മൈഗ്രെയിൻ മാറാനുള്ള 2 എളുപ്പവഴികൾ പറഞ്ഞു തരാമോ ഡോക്ടറെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. ഇളം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക, തല വിരിഞ്ഞു കെട്ടുക, തണുത്ത ഭക്ഷണങ്ങളും മറ്റും ഒഴിവാക്കുക, ട്രിഗറിംഗ് ഫാക്ടറുകൾ കണ്ടുപിടിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുക, സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് ചെയ്യുക, ഫുഡിന്റെ ടൈമിങ്സ് കറക്റ്റ് ചെയ്യുക എന്നിങ്ങനെ പല മെത്തേഡ്സും അതല്ലെങ്കിൽ പല കുറുക്കുവഴികളും ആളുകൾ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ മൈഗ്രെയിൻ എന്ന രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം വെറും മാനേജ്മെന്റ് ടെക്നിക്സ് മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഒരു അസുഖത്തിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് ടെക്നിക്സും ട്രീറ്റ്മെന്റും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കുകയും മാനേജ്മെന്റ് ടെക്നിക്സ് അല്ല നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ചെയ്യുന്നതെന്നും കൃത്യമായ രോഗനിർണയത്തിലൂടെ അത് ട്രീറ്റ് ചെയ്യുകയും ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യേണ്ട ഒരു രോഗമാണ് മൈഗ്രെയിൻ എന്നും മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. കൺവെൻഷണൽ ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റ് മെത്തേഡുകളും ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള ബ്രീതിങ് ടെക്നിക്സും യോഗയും ഉറക്കത്തിന്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്യലും ഫുഡ് റെഗുലേറ്ററിയിലും ട്രിഗേഴ്സ് കണ്ടുപിടിക്കലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മാനേജ്മെന്റ് ടെക്നിക്സ് ശ്രമിക്കാറുണ്ട്. അവയ്ക്കൊന്നും പ്രതീക്ഷിച്ചത്ര അല്ലെങ്കിൽ ആളുകൾ പറയുന്നത്ര റിസൾട്ട്സ് കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ രോഗം തെറ്റായിട്ടാവാം ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന്. വിശദമായിട്ടുള്ള കേസ് ടേക്കിങ്ങും രോഗവിവരണം കളക്ട് ചെയ്തതിനു ശേഷം ശാരീരിക പരിശോധനയും അതേപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകളുടെ പ്രയോഗവും കൃത്യമായിട്ടുള്ള രോഗശമനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാനാകും. പല വീഡിയോകളും കണ്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടും ഫലം ലഭിക്കാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ തോറ്റു പോയിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.